പാഞ്ചാല രാജാവായ ദ്രുപദൻ തന്റെ പഴയ സുഹൃത്തായിരുന്ന ദ്രോണാചാര്യനോട് പ്രതികാരം ചെയ്യുവാനായി ഒരു പുത്രനെ ലഭിക്കാൻ അതിശക്തമായൊരു യാഗം നടത്തി. ഈ യാഗത്തിന്റെ പ്രധാന ഉദ്ദേശ്യം ദ്രോണനെ യുദ്ധത്തിൽ വധിക്കാൻ കഴിവുള്ള ഒരു പുത്രനെ ലഭിക്കുക എന്നതായിരുന്നു. യാഗാഗ്നിയിൽ നിന്ന് ആദ്യം ഉയർന്നുവന്നത് ദ്രോണനെ കൊല്ലാൻ വിധിക്കപ്പെട്ട ധൃഷ്ടദ്യുമ്നനായിരുന്നു. എന്നാൽ ആ യാഗശാലയിൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് യാഗാഗ്നിയിൽ നിന്ന് അതിസുന്ദരിയായ ഒരു യുവതിയും ഉയർന്നുവന്നു. അവളാണ് ദ്രൗപദി. താമരയിതൾ പോലെയുള്ള കണ്ണുകളും ആകർഷകമായ നീണ്ട മുടിയും സുവർണമായ നിറവും മനോഹരമായ ശരീരവും അവൾക്കുണ്ടായിരുന്നു. യാഗാഗ്നിയിൽ നിന്ന് ഉയർന്നുവന്നതിനാൽ അവളെ യാജ്ഞസേനിയെന്നും വിളിച്ചു. ആകാശത്തുനിന്ന് ഒരു അശരീരി മുഴങ്ങി, ഈ രാജകുമാരി കൗരവരെ ഇല്ലാതാക്കാനും ധർമ്മത്തെ പുനഃസ്ഥാപിക്കാനും വേണ്ടിയാണ് ജനിച്ചിട്ടുള്ളതെന്ന് പ്രഖ്യാപിച്ചു. ദ്രുപദ മഹാരാജാവിന് ഈ അത്ഭുത ജനനത്തിൽ വലിയ സന്തോഷമുണ്ടായി. അങ്ങനെ ദ്രോണനോടുള്ള പ്രതികാരദാഹത്തിൽ നിന്ന് ഉയർക്കൊണ്ട യാഗാഗ്നിയിൽ നിന്ന് മഹാഭാരത യുദ്ധത്തിന് കാരണമായ പ്രധാന വ്യക്തിത്വങ്ങളിൽ ഒരാളായ ദ്രൗപദി ഭൂമിയിലേക്ക് പിറന്നു വീഴുകയായിരുന്നു. അവളുടെ വരവ് വരാനിരിക്കുന്ന മഹായുദ്ധത്തിന്റെ ഒരു മുന്നോടിയായിരുന്നു.